ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഒക്കെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യില്ലേ ഷ്രഗ് മോഡലായിട്ടുള്ള കോട്ട്, ഓവർ കോട്ട്, പിന്നെ അതുപോലെ ജാക്കറ്റ്, പല പേരിൽ നമ്മൾ പറയുമല്ലോ, അതാണ് കേട്ടോ ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണിത്. അപ്പോൾ ആ പ്ലെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾ ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്യും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ യൂസ് ചെയ്യാനാണ് ഈ ഒരു ജാക്കറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ കസ്റ്റമർ തന്നെ കൊണ്ടു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റിൽ വർക്ക് വരുന്ന മെറ്റീരിയലാണ് ജാക്കറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് രണ്ടാക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ, അത് ഇതിൽ ഉൾപ്പെടുത്തണില്ല കേട്ടോ. ബോർഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണ് ലെങ്ത്ത് അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലെ ലെങ്ത്ത് എത്രയാണോ അത് നമ്മൾ സീം അലവൻസും കൂട്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്തു, പിന്നെ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ മെഷർമെൻറ്റിനനുസരിച്ചാണ് കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ അതാ നമ്മളിതിൻ്റെ ആം ഹോളൊക്കെ കർവാക്കി വരച്ചതിന് ശേഷം ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. സീം അലവൻസും കൂടി കൂട്ടിയിട്ട് വേസ്റ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യണത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് കട്ട് ചെയ്യണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ഹോൾട്ടർ നെക്കാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്യണം. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ബാക്ക് പീസ് കട്ട് ചെയ്തില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മേലേക്ക് ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ 3 ഇഞ്ചും അതുപോലെ 3 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തും കറക്റ്റ് 3 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യട്ടെ. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മെഷർമെൻറ്റ്സൊക്കെ ബാക്ക് പീസിൻ്റെ സെയിം തന്നെ വരച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ ഭാഗത്ത് മാത്രമാണ് കേട്ടോ 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ മേലക്കും അതുപോലെ വീതിയും 3 ഇഞ്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കട്ട് ചെയ്തതിന് ശേഷം മനസ്സിലാവും കേട്ടോ. മാർക്ക് ചെയ്തത് കാണാനില്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ടിനെ നമ്മൾ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓപ്പൺ അല്ലല്ലോ ഇത്, അപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് കട്ട് ചെയ്തിട്ട്. അതിന് ശേഷം ഇനി ഇതിനെ ഒരു ഷേപ്പാക്കി കൊടുക്കണം. ഫ്രണ്ടിലൊരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ഞാൻ ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് 1 ഇഞ്ച് വീതി മാർക്ക് ചെയ്തിട്ട് ആ 1 ഇഞ്ചിൽ നിന്ന് 3 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മേലെന്ന് ഷേപ്പൊന്നും വരയ്ക്കണ്ട, സെൻറ്ററിൽ വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ 1 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ടും ബാക്കും കഴിഞ്ഞു. ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യണത്. അപ്പോൾ സ്ലീവ് ഞാൻ സാധാ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. നമുക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആം ഹോളിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്തു, ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. ഇതൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നോർമൽ സ്ലീവ് മാർക്ക് ചെയ്തതിന് ശേഷം എക്സ്ട്രാ മേലക്ക് ഇതുപോലെ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഫ്രില്ലിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള സ്ലീവാണ് കൊടുക്കുന്നത്, ചെറിയ പഫുള്ള സ്ലീവ്. അപ്പോൾ അതിനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്, ഏതോ വീഡിയോയിൽ. എന്നാലും ഞാൻ ജസ്റ്റ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ 3.5 ഇഞ്ച് മേലക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബോർഡറുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഫ്രണ്ടിലേക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. 2 ഇഞ്ച് വീതിയിലാണ് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ബാക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്കായിട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ബാക്കിൻ്റെ നല്ല വശം, 2 നല്ല വശങ്ങളും ചേർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് ആ എക്സ്ട്രാ കൊടുത്ത 3 ഇഞ്ച് ഉണ്ടല്ലോ, അത് മേലേക്ക് ഇതുപോലെ നിർത്തണം. അതിന് ശേഷം ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിത് ഈ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അതുവരെ മാത്രം സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. ഒന്ന് കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണത് നല്ലതാണ്. അതിന് ശേഷം നമ്മൾ വീണ്ടും മറ്റേ ഷോൾഡറും കൂടിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു കട്ട് വരുന്നില്ലേ, ആ ഒരു കോർണറിൽ നമ്മൾ ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക കേട്ടോ. ആ സ്റ്റിച്ചിൻ്റെ മുകളിൽ തട്ടാത്ത രീതിക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ടിട്ട് കൊടുക്കുക. അതിൽ ത്രെഡ് വർക്ക് വരുന്നതോട് ഇത്തിരി കട്ടിയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ശരിക്കും കട്ടായിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഭാഗവും ഇതുപോലെ കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ 2 നല്ല വശമല്ലേ ഫ്രണ്ടിലെ പീസ് രണ്ടും കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എക്സ്ട്രാ നിൽക്കുന്ന മേലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം രണ്ടും കൂടിയിട്ട് ഇതുപോലെ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയിട്ട് അതുപോലെ ചെയ്യണം കേട്ടോ. നല്ല വശം കൂടി ചേർത്ത് വെച്ചതിന് ശേഷം അതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും ജോയിൻ്റ് ആവാത്തൊരു ഭാഗം ഉണ്ടാവും. ആ ഭാഗം ബാക്കിലെ നെക്കിൻ്റെ ഭാഗമാണ് കേട്ടോ, ബാക്കിലെ അവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തില്ലേ, ഒരു കട്ട് കൊടുത്ത ഭാഗം, ആ ഭാഗത്തുനിന്ന് ജസ്റ്റ് വീണ്ടും ഒന്ന് കെട്ടിട്ടിട്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്ത് വരിക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക കേട്ടോ, 1/2 ഇഞ്ച് ഗ്യാപ്പിൽ. എന്നിട്ട് ഇവിടെയും കെട്ടിട്ടിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും രണ്ടും ജോയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഷോൾഡറും നെക്കും ഒക്കെ ജോയിൻ ആയിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക, തുമ്പ് ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മളിതിൻ്റെ ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, അവിടെ ആ കരഭാഗം അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് അടിഭാഗമല്ലേ ആ ഷേപ്പ് വരച്ച് കൊടുത്ത് ആ ഭാഗത്തു നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു മടക്ക് മാത്രമേ കൊടുക്കണുള്ളൂ കേട്ടോ. ഒരു മടക്ക് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതിലിനി നമുക്ക് ബോർഡർ കൊടുക്കാനുണ്ടല്ലോ, ബോർഡർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു മടക്കേ മടക്കണുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലെ പിരിയാതെ വളയാതെ ഒക്കെ നല്ല സ്ട്രെയിറ്റിൽ പിടിച്ചു കൊടുത്തിട്ട് ലെവലാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഒരു ബോർഡർ ഉണ്ടല്ലോ ഞാൻ കട്ട് ചെയ്തത്, അത് 1.5-2 ഇഞ്ച് വീതിയാണ് കേട്ടോ. എത്രയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു വർക്കിനനുസരിച്ച് കട്ട് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു തുമ്പും കൂടിയിട്ട് അവിടെ കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രണ്ടിലെ 2 ഭാഗവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ കോളറിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു മൊത്തത്തിൽ നമ്മൾ സ്ട്രെയിറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ സ്ലീവാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ സ്ലീവ് ഞാൻ പഫ് സ്ലീവാണെന്ന് പറഞ്ഞല്ലോ, ചെറിയ പഫ്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ആം ഹോളിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് നമ്മൾ ആ 3.5 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, അത് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ മൊത്തത്തിൽ പഫ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു വീഡിയോ സ്ലീവിൻ്റെ ഞാൻ കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കാണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിവർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ പഫാണ് കേട്ടോ. നമുക്ക് ഈ ഒരു മെത്തേഡിൽ തന്നെ അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് നെക്സ്റ്റ് അടുത്ത സ്ലീവും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മളിതിൻ്റെ ചെസ്റ്റും വേസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് പീസിൻ്റെ അടിഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, അത് നമ്മൾ ഫ്രണ്ടിൻ്റെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്ക് ഇതുപോലെ അടിഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നല്ല വശം മറിച്ചെടുക്കുക. അപ്പോൾ ഓവർലോക്കൊക്കെ സെയിം നൂലിട്ടിട്ട് നമ്മൾ കൊടുക്കുക കേട്ടോ, ഇൻ്റർലോക്ക് മെഷീനിലൊക്കെ ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ ഇത് നെറ്റ് ലൈനിങ് ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് തന്നെ വെള്ള നൂലൊക്കെ ഇട്ട് ചെയ്താലും ഓവർലോക്കൊക്കെ പുറത്തേക്ക് കാണും കേട്ടോ. അപ്പം സെയിം നൂലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ജാക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പാണ് കേട്ടോ അതിലേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സ്ലീവ്ലെസ് ആയിട്ട് ഇതുപോലെ സ്ലിറ്റുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ പാൻറ്റ് ചെയ്തിട്ടുള്ളത് സ്ട്രെയിറ്റ് പാൻറ്റാണ്, സിഗരറ്റ് പാൻറ്റ്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ബോട്ടം റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോൾസ് കൊടുത്തിട്ടുണ്ട്, പോട്ട്ലി ബട്ടൺസ് അതില്ലേ അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ 3ഉം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ജാക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ഒരു കോട്ടിൻ്റെ മുകളിൽ, സ്ലീവ്ലെസ് കോട്ടിൻ്റെ മുകളിൽ യൂസ് ചെയ്യാനാണ് കേട്ടോ എന്നെക്കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ചത് അവർ. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്